പുതിയങ്ങാടി നേർച്ച ഇന്നലെ സമാപിക്കുകയുണ്ടായി. അത് വളരെ ഖേദപ്പെട്ട ഒരു സംഭവത്തിലൂടെയാണത് സമാപനം ഉണ്ടായത്. ഒരു വരവിനിടെ ഒരു ആന ഇടയുകയുണ്ടായി. വളരെ ഖേദമുണ്ട് ഇങ്ങനെ സംസാരിക്കാൻ. അതിലൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കോട്ടക്കൽ സ്വകാര്യ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് ആൾ. അദ്ദേഹത്തിന് ജീവിതത്തിൽ തിരിച്ചു വരാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഒരു പരിപാടി, ഒരു 5 ആനകളുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ പരിപാടി അതിൻ്റെ അവസാന ഘട്ടത്തിൽ സമാപനത്തിൽ ആനപ്പുറത്തുള്ളവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് യാതൊരു പ്രകോപനവും ഇല്ലാതെ പെട്ടെന്ന് ആളുകൾക്കിടയിലേക്ക് വന്നിട്ട് തുമ്പിക്കൈ കൊണ്ട് 2 ആളെ പിടിച്ച് ഒരാൾ വൈദ്യ മാറിപ്പോയി. ഇപ്പോൾ വേറെ ആളെ കിട്ടി. അപ്പോൾ ഇതെന്തായാലും കാരണം പെട്ടെന്നൊരു പ്രകോപനവും ഇല്ലാതെ ആന ഇങ്ങനെ. അപ്പോൾ ഞാൻ ഒരുപാട് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇതിനെപ്പറ്റിയുള്ള ന്യൂസ് കണ്ടു. നമുക്കതിന് ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയില്ല. പക്ഷെ അവരൊക്കെ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഒരു ആന ഇത്ര പെട്ടെന്ന് മതം പൊട്ടിയിട്ട് ഒരു ഒബ്ജക്റ്റ് എടുത്ത് എറിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ശാന്തമായിട്ട് നിൽക്കില്ല. അത്രയും മതം പൊട്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് ഓടും, വാല് പൊക്കി ഓടും, ബാക്കിലേക്ക് തിരിഞ്ഞു ഓടും എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ട്. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും ഈ നേർച്ച കമ്മിറ്റി തന്നെ പറയുന്നുണ്ട് ഇതിൽ അന്വേഷണം വേണം. ആരോ അല്ലെങ്കിൽ ഒരു കൂട്ടം ചേര് ഈ ആനയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതായത് ബാക്കിൽ നിന്ന് തോണ്ടുക, വാലിൽ പിടിക്കുക, അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അതിന് അന്വേഷണം വേണമെന്നുമാണ് പറഞ്ഞത്. അങ്ങനെ അവർ ശക്തമായി പറയുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അതിനൊരു അന്വേഷണം തന്നെ വേണ്ടി വരും. കാരണം ഇങ്ങനെ കുറച്ച് പേരുണ്ട് ഈ ആനയുടെ വാലും താങ്ങി ഇങ്ങനെ മണപ്പിച്ച് നടക്കുന്ന കുറച്ച് പേര്. അവർ നല്ല ഫിറ്റായിരിക്കും, മനസ്സിലായില്ലേ? ഭൂരിപക്ഷം നേർച്ചക്കും പൂരത്തിനും ഒക്കെ ഈ വരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും രാത്രി ആയിരിക്കും. കവലകളിലും മറ്റൊക്കെ ലൈറ്റും കാര്യങ്ങളും, ബാക്കിയുള്ളിടത്തൊക്കെ അധികം ലൈറ്റൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കിലും കാര്യങ്ങൾ വന്നിട്ട് അതിൻ്റെ വാലിൽ പിടിക്കുക, അതിനൊന്ന് തലോടുക, കൊമ്പിൽ പിടിക്കുക, അതിൻ്റെ കൊമ്പിൽ വന്ന് പിടിക്കുക. ചില ആനകൾക്കൊന്നും ഈ കൊമ്പിൽ പിടിക്കാൻ തീരെ ഇഷ്ടമല്ല. അതൊന്നും ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞ. പക്ഷെ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. നമുക്ക് ഏതായാലും ഇതിൻ്റെ ന്യൂസാണോ എന്തോന്നറിയില്ല. ഇതിന് പ്രസക്തമായ ഒരു വോയിസാണ് ഒരു ആനപ്പാപ്പാൻ്റെ. അപ്പോൾ അത് നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ. ഞാനാ സുമേഷ. അത് നമ്മള് പക്കത്തറ ഈ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പരിപാടി എഴുതി അവിടെ കൂടെ നിർത്തി. അവിടെ കയറി പോകുന്നതിന് തൊല്ലായിരുന്നു. അത്ത മാലയെ പിടിച്ച് തൂങ്ങിയിട്ട് അവരെ പോലീസിനെ വിളിച്ച് പറഞ്ഞ് അവരെ പോലീസുകാർ കൊണ്ടുപോയി അടുത്ത വേറെ കേസ് കേട്ട് വെള്ളം മൊത്തം അലമ്പായിരുന്നു. അലമ്പെന്ന് പറഞ്ഞാൽ ആൾക്കാർ മാറത്തില്ല. വഴിയിൽ നിന്ന് ആളുടെ കൊമ്പേ തൊട്ടിട്ടുള്ള ഒരുത്തരം പോയില്ല. അവിടെ കൊണ്ട് നിർത്തി തലയൊക്കെട്ട് അടിച്ച് അപ്പോഴേക്കും ഒരു പുള്ളിക്കാരൻ വണ്ടിക്കെടുത്ത് ഭയങ്കര റോള് കളിയാ. അപ്പൊ ഞാൻ 2 പ്രാവശ്യം പുള്ളിയോട് മാറി കേട്ടാന്ന് ഞാൻ പറഞ്ഞു. മാറ്റി എടുത്ത് തൊട്ടപ്പത്തിൽ കൊച്ചു നിൽപ്പുണ്ടായിരുന്നു. കൊച്ചിനോട് മാറാന്ന് ഞാൻ പറയാറുണ്ട്. ഈ പുള്ളി വന്നിട്ട് ആന ഇങ്ങനെ പുള്ളിയുടെ തല തോന്നിക്കൊണ്ടിരിക്കും. ഈ പുള്ളി ആദ്യം മാറ തുണിക്കൊമ്പേ കയറി തൊട്ട്. ഞാനൊക്കെ കൊമ്പേ തൊട്ടുള്ള ഇഷ്ടമൊന്നുമല്ലേ പറഞ്ഞക്കാരെ. രണ്ടാമതും തൊട്ട്. മൂന്നാമത് ഞാൻ ഈ പുള്ളിയോട് തൊഴാൻ വേണ്ടി ഒരു പഴവും ഉണ്ട്. ഇങ്ങനെ നിൽക്കും. അപ്പൊ ഞാൻ ഫ്രണ്ടിലോട്ട് കയറി ചേട്ടാ മാറിയില്ല, കൊച്ചിനെ കൊണ്ട് മാറെന്ന് പറഞ്ഞതാണ് സംഭവം. ഞാൻ ഫ്രണ്ടിലോട്ട് കയറി ആന കടന്നു നിൽക്കുകയും ചെയ്യും ഒരുമിച്ചായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ കണ്ടതല്ലേ, ഇതാണ് സംഭവം. ആൾക്കാർ ശല്യം ഒരു രക്ഷയില്ല. നമ്മൾ എന്നാ പറയുമ്പോഴും കമ്മിറ്റിക്കാരുടെ നിങ്ങൾ പറയാനാ പറഞ്ഞത്. നമ്മളെ പറഞ്ഞിട്ട് തിരിമരിക്കാൻ നടക്കണം. പിന്നെ പൊതുവെ എത്ര ആൾക്കാരോട് പറയും നമ്മൾ പൂരപ്പുറപ്പ് ചെന്നിട്ട്. അതാണ് സത്യം. കുറെ പേര് ഇങ്ങനെ മനസ്സിലാക്കട്ടെന്നേ ഞാൻ പറയുള്ളൂ. എന്തോരോ പ്രാവശ്യം നമ്മൾ എത്ര പേരോട് പറയാം നമ്മൾ മാറിയിരിക്കാൻ അന്നവനൊക്കെ കൊമ്പേ തൊടണം, എല്ലാം വെള്ളം. അത് മറ്റു സത്യം. എന്ത് പറയാനാ? കേട്ടില്ലേ? ഇതിപ്പോൾ അവിടുത്തെ ആണെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ ഈ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ കിട്ടിയതാണ്. അപ്പോൾ ഇതിവിടെ യോജിച്ചൊരു വോയിസാണിത്. ഒരു പാപ്പാൻ്റെ വോയിസാണ്. അല്ലേ, മൂപ്പരൊരു അനുഭവമാണ് പറഞ്ഞത്. ആളുകൾക്ക് ചില ഊളന്മാർക്ക് അങ്ങനെ തന്നെ പറയണം, ആൻ്റെ കൊമ്പ് തൊടണം. വേറെന്തോ നിധി കിട്ടിയ മാതിരി ആൻ്റെ കൊമ്പും എന്താണ് ഉള്ളത്? ഊളകളെ ആ കൊമ്പറ്റൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. എന്നിട്ട് അവിടെ പോയി തൊടണം. അല്ലെങ്കിൽ ആനവാൽ മോതിരം ഉണ്ടാക്കാൻ ആൻ്റെ വാലിൽ പോയി തൊടണം. അല്ലെങ്കിൽ ചിലർക്ക് അതിനെ ഇങ്ങനെ വരതണം, തായ് മസാജ് ചെയ്യണമാതിരി ഇങ്ങനെ
ആൻ്റെ മേലിങ്ങനെ വരതണം, തൊടണം. ഈ വക ഊളകളെ മനസ്സിലായില്ലേ, ഈ വക ഊളകളെ ഈ ആനയുടെ അലത്ത് അടുപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരുവിധം എന്താണ് ഈ ആനകളുടെ ഇടയിലും മറ്റുള്ള കാര്യങ്ങളും പ്രകോപിതരാകലും ഈ വക ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഇല്ലാതാവും. മനസ്സിലായില്ലേ? പിന്നെ ആനക്ക് മതം പൊട്ടിയുള്ള ഇളകലുണ്ട്, പക്ഷെ ബഹുഭൂരിപക്ഷം ഈ വക ഊളകളെ കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ, ഇവിടെയും അതുപോലെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് തെളിവില്ല നമ്മളൊക്കെ എന്ന് കമ്മിറ്റി തന്നെ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ അതിനൊരു കൺക്ലൂഷൻ, ഒരു ക്ലാരിറ്റി കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. കാരണം ഈ കമ്മിറ്റിനെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട്. കാരണം ആ വീഡിയോസ് തന്നെ നമുക്ക് കണ്ടാണ്, ഒരു പ്രകോപനം ഇല്ലാതെ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞാണത്രേ, പരിപാടി കഴിഞ്ഞ് ആനപ്പുറത്തു നിന്നൊക്കെയുള്ള ആളുകളൊക്കെ ഇറങ്ങി സംഭവം പിരിയാൻ പോവുകയായിരുന്നു. ആ സമയത്താണ് ഒരു പ്രകോപനം ഇല്ലാതെ ആന പെട്ടെന്ന് വന്ന് ഇങ്ങനെ ഒരു അക്രമം നടത്തിയത്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഏതായാലും ഇതിൻ്റെ കൂടുതൽ ഇടുന്നില്ല, കാരണം ആ വീഡിയോ ഓൾറെഡി ഫേമസ് ആയി വൈറലായതാണ്. അപ്പോൾ കാണാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ ആ വീഡിയോ കാണുന്നവർക്ക് തന്നെ ശരിക്കും തോന്നും എന്താ ശരിക്കും സംഭവിച്ചു, ആന ആരെയും പ്രകോപിച്ചോ, ബേക്കുന്ന ആരെങ്കിലും അതിനെ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ കണ്ണിലേക്ക് ലേസർ അടിക്കുകയോ എന്താ ചെയ്തോ, അങ്ങനെ പലവിധ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ആന ആ ഒരു ഒബ്ജക്റ്റ് ലക്ഷ്യമാക്കി വന്നിട്ട് അത് ആ ഒരു ആളെ എടുത്തെറിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ ഒരു പ്രകോപനവും ഒന്നും സൃഷ്ടിച്ചിട്ടില്ല, അത് നിർത്തി നിന്നതാണ്. അപ്പോൾ അവിടെയാണ് നമുക്കുള്ള സംശയം. മനസ്സിലായില്ലേ? ഒരു മതം പൊട്ടിയ ആനാണെങ്കിൽ, ഒരു മതപ്പാടുള്ള ആനാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് നിൽക്കില്ല എന്നാണ് പ്രഗത്ഭർ പറയുന്നത്. ഇതിനെപ്പറ്റി ആനയെ പറ്റിയുള്ള ആനപ്രേമികളും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ അവരുടെ വാക്കെടുത്തിട്ട് കടമെടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോക്ക് മുന്നിൽ വന്ന് സംസാരിക്കുന്നത്. എല്ലാം എൻ്റെ അറിവല്ല. ഓക്കെ, അപ്പോൾ ഏതായാലും ഈ ഇന്നലെ ഒരു ഭാഗ്യവാനും ഒരു നിർഭാഗ്യവാനും ഉണ്ടായിരുന്നു. നിർഭാഗ്യവാനും നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അദ്ദേഹം ഇപ്പോൾ കോട്ടക്കൽ ഹോസ്പിറ്റലിലാണ്, അതീവ ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ്. അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ആരോഗ്യവും ആയുസ്സും ദൈവം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇയാളെയും വേറൊരാളെയും ആന ലക്ഷ്യമാക്കിയിട്ട് തുമ്പിക്കൈ കൊണ്ട് കോരിയെടുക്കാൻ നോക്കി. പക്ഷേ ഇദ്ദേഹത്തെ കിട്ടി മറ്റാൾ വൈദ്യുതി അങ്ങനെ രക്ഷപ്പെട്ട ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവം നമുക്ക് ഒന്ന് വീഡിയോയിൽ കാണാം. ഓക്കെ, ഇന്നലെ ഉദയാണിർച്ചക്ക് ആനന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ് ഹംസ. ശരിക്കും രണ്ടാളെയാണ് കോരിയിട്ടുണ്ടായിരുന്നത് അല്ലേ? അതിൽ ഹംസനെ പിടുത്തം കിട്ടിയില്ല. മറ്റേ ഫസ്റ്റിൽ പിടിച്ചത്, പിന്നെ രണ്ടാമത്തെ പിടുത്തത്തിലാണ് മറ്റാളെ കിട്ടിയത്. അതിൽ പിന്നെ ഹംസ സ്കിപ്പായി പോയി. ഈ സംഭവം പിന്നെ ഏകദേശം എത്ര മണിയായിട്ടാണ് സംഭവിച്ചത്? ഏകദേശം അവിടെ എത്തിയിട്ട് പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു കിടക്കും. എല്ലാവരും ഇറങ്ങി. ശരിക്കും ആനക്ക് അങ്ങനെ പ്രവർത്തിക്കാണ്ടായിട്ടില്ല. സംഭവം എന്തെങ്കിലും പിന്നെ ആരെങ്കിലും അങ്ങനെ എന്തോ സംഭവിക്കാറ്. കാരണം അങ്ങനെ സംശയം പറയുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. ബാക്കില് പിന്നെ ആരോ കുത്തിയതാണ്, എന്തോ ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു മതളെങ്കിൽ ആനയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ കേട്ടിട്ടുള്ളത് ബാക്കിലേക്ക് തിരിയും, അല്ലെങ്കിൽ അതുമല്ല പിന്നെ ഈ ആള് എറിഞ്ഞതിന് സൈലന്റ് ആയിട്ട് അവിടെ നിൽക്കുകയാണ് ചെയ്തിരുന്നത്. അതെ, പെട്ടെന്ന് അപ്പൊ ഒരു ഇത് ചെയ്തെന്നല്ലാണ്ട് ചെയ്യാൻ ചെയ്തിട്ടില്ല. മറ്റത് അങ്ങനെയല്ല, മതളെങ്കിൽ ആനയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പരാക്രമം കാട്ടും. അത് ചെയ്തിട്ടില്ല. ശരി, അതായത് നമുക്ക് സംശയിക്കാൻ ഒരു ഇത് വരണ്ടല്ലോ. ഇതിലിപ്പോ പിന്നെ മറ്റേ അതിൻ്റെ ഇപ്പോൾ ഒരു ആനടുത്ത് എറിഞ്ഞല്ലോ ഒരാൾ. അപ്പൊ കുറെ ആൾ എല്ലാവരും കണ്ടല്ലോ ഇപ്പോൾ വീഡിയോ. അയാളെ അവസ്ഥ എന്താന്നുള്ളത്? അയാൾ എവിടുത്തുകാരനാണ്? ശരിയാണ്, കണ്ടില്ലേ? ഈ രക്ഷപ്പെട്ട അദ്ദേഹം നമ്മൾ പറഞ്ഞതുമായി തന്നെയാണ് പറഞ്ഞത്. കാരണം അദ്ദേഹം ഉറപ്പല്ലാണ്, സംശയമാണ്. മനസ്സിലായില്ലേ? ഈ ഒരു വീഡിയോ കാണുമ്പോൾ ആർക്കും സംശയം വരും. ബേക്കുന്ന ആരും ഉപദ്രവിച്ചോ എന്തോ കാര്യങ്ങളോ, അതാണ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ കൂടിയും കേരളത്തിലെ മൊത്തം കണക്കെടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞവരെ ഈ വക തെണ്ടികളെ നാറികളുടെ ഇടപെടലുകൾ ഒരുപാടുണ്ടായിട്ടുണ്ട് ഈ ആനകൾക്ക് പ്രകോപിതമായ ഈ കാര്യങ്ങളിൽ. മനസ്സിലായില്ലേ? ഇവർ പ്രത്യേകം ഒരു സൈക്കോപാത്ത് മാതിരിയാണ് ഇവരെ കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഈ നേർച്ച ഇങ്ങനെ അലങ്കോലമായിട്ടില്ല. ഈ ഒരു സംഭവം മാത്രം നേർച്ച നല്ല അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ട്.
പക്ഷേ ഇത് ആഘോഷിക്കുന്ന കുറച്ച് പേരുകളുണ്ട്. കപടമായിട്ട് മൃഗസ്നേഹികൾ എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. ഞാൻ അവരെ വീഡിയോ ഒന്നും പോടാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അങ്ങനെ അവരെ ഫേമസ് ആക്കാൻ എനിക്കും താല്പര്യമില്ല. ഓക്കെ, ആ നാരികളോട് എനിക്ക് പറയാനുള്ളത്, ആന എന്ന് പറയുന്നത് പൂരമായിക്കോട്ടെ, അമ്പലത്തിലെ പരിപാടി ആയിക്കോട്ടെ, പള്ളിയിലെ നേർച്ചകളായിക്കോട്ടെ, ചർച്ചുകളിലെ പള്ളി പെരുന്നാളുകളായിക്കോട്ടെ, ഇതിലൊക്കെ ആനകളുണ്ടാവും. കാരണം ആന എന്ന് പറഞ്ഞാൽ ഒരു പ്രൗഢിയും ഒരു പ്രത്യേക ഒരു ഇത് തന്നെയാണ്. എന്താ പറയണ്ടേ, കാരണം ഈ പണ്ടത്തെ കാലഘട്ടം മുതൽ, രാജാക്കന്മാരുടെ കാലഘട്ടം മുതൽ, ചോള രാജാക്കന്മാരുടെ കാലഘട്ടം മുതലേ നമ്മുടെ കേരളത്തിൽ ആനകൾ ഉള്ളതാണ്. അതിനെ പെട്ടെന്ന് അങ്ങ് നിരോധിക്കുക, അല്ലെ കപടമായിട്ടുള്ള മൃഗസ്നേഹം പറഞ്ഞുകൊണ്ട് അങ്ങ് ഒഴിവാക്കാനൊക്കെ നോക്കുന്നവരോട് ആനകൾ ആവുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ഈ വക നാറികളുടെ കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ ഇതേപോലെ ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല, മതപ്പാട് മറച്ചു വെച്ച് എഴുന്നള്ളിക്കുന്നുണ്ട്, അതൊക്കെ തടയാം, അതൊക്കെ ഓക്കെ. അല്ലാതെ കേരളത്തിൽ മൊത്തം ആനകളെ എഴുന്നള്ളിക്കലും ആനകളെ പരിപാടിക്ക് കൊണ്ടുവരെ തടയലും വിലക്കലൊക്കെ അത് നല്ല ഒരു ഏർപ്പാടല്ല. ഇപ്പം നിങ്ങൾ വാഹനം ഓടിക്കുന്നുണ്ട്, വാഹനങ്ങൾ ആക്സിഡൻ്റ് ആവണില്ലേ എന്ന് നിങ്ങൾ വാഹനം ഓടിക്കാതിരിക്കുമോ? വാഹനം നിരോധിക്കണോ? അതേപോലെ ഗ്യാസ് ഉപയോഗിക്കണില്ല, എത്ര വീടുകളിൽ എത്ര സ്ഥാപനങ്ങൾ ഗ്യാസ് പൊട്ടിത്തെറിച്ചിട്ട് എത്ര മരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഗ്യാസ് ഉപയോഗിക്കാതെ വിറക് കുത്തിങ്ങാണ്ട് ഭക്ഷണം ഉണ്ടാക്കുമോ? ഇല്ല. അപ്പോൾ അപകടങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ഈ വക പരിപാടികൾ ഒഴിവാക്കല്ല ചെയ്യേണ്ടത്. അത് ഉണ്ടാവാതെ ഇരിക്കാനുള്ള സജ്ജീകരണങ്ങൾ, അതായത് നിയമത്തിൻ്റെ കാര്യത്തിലായാലും, നിയമത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഈ വക നാറികളെ ആ വക ഭാഗത്തേക്ക് അടുപ്പിക്കരുത്. ഒരു ആന ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരു 4 സൈഡിലും അതിനുള്ള പ്രൊട്ടക്ഷൻ നൽകുക, ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ നമുക്ക്, അങ്ങനെ നടക്കുക. ആ വക പരിപാടികൾ ആലോചിക്കുക. അല്ലാതെ എളുപ്പമാർഗം ആണ് ഇതെന്ന് കരുതി ആണുങ്ങളെ പെട്ടെന്നൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിനു വേണ്ടി നടക്കുന്നവരൊന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിലൊക്കെ ഉത്സവങ്ങളും നേർച്ചൊക്കെ ആന ഇല്ലെങ്കിൽ എന്ത് ഉത്സവമാടോ, എന്ത് നേർച്ചാടോ? എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ദിനോസറുകളുടെ കാലം ഉണ്ടെങ്കിൽ ദിനോസറിനെ വരെ ഈ വക പരിപാടികളൊക്കെ ഇറക്കും, മനസ്സിലായില്ലേ? അതിനൊന്നും യാതൊരു കോട്ടം ഉണ്ടാവില്ല. ഓക്കെ, ഏതായാലും പുതിയങ്ങാടി നേർച്ചയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതിൽ, ഇങ്ങനെ ഒരു നിർഭാഗ്യമായ ഒരു സാഹചര്യം ഉണ്ടായതിൽ അധികമായ ഖേദമുണ്ട്. അതിൽ ഇരയായ ആ സഹോദരനെ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ നമുക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ബൈ.